Hello everyone, welcome to Computer Science Hub. Our subject COA Computer Organizational Architecture and topic is Mode K Counter. സോ നമ്മൾ കൗണ്ടേഴ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൗണ്ടർ മോഡ് കെ കൗണ്ടർ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് പ്ലസ് ഒരു മോഡ് 5 കൗണ്ടർ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മോഡ് കെ കൗണ്ടർ synchronous counters for any given count sequence and modulus can be designed in the following way. ഇപ്പോൾ മോഡ് കെ കൗണ്ടർ എന്ന് പറഞ്ഞൊരു സിങ്ക്രണസ് കൗണ്ടർ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ പറയാറ് 3-bit കൗണ്ടർ 2-bit കൗണ്ടർ എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2-bit കൗണ്ടർ ആണെങ്കിൽ അത് 0 to 3 ആയിരിക്കും. 0 0 0 1 1 0 1 1 ഇത്രയും കോമ്പിനേഷനാണ് അതിന് കൗണ്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ ഇപ്പോൾ 3-bit കൗണ്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 7 0 0 0 0 0 1 അങ്ങനെ ത്രൂ 1 1 1 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 4-bit കൗണ്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 0 to 15 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മൾ എവിടെ വരെയൊക്കെ പറഞ്ഞത്, അതായത് 2 3 4 അത് വെച്ചിട്ട് 3 വരെ 0 to 3 കൗണ്ട് ചെയ്യാം, 0 to 4 കൗണ്ട് 0 to 7 കൗണ്ട് ചെയ്യാം, 0 to 15 കൗണ്ട് ചെയ്യാം. ഇപ്പം എനിക്ക് അതിൻ്റെ ഇടയിൽ 0 to 10 കൗണ്ട് ചെയ്യുന്ന ഒരു കൗണ്ടർ വേണമെന്ന് വിചാരിക്കുക, 0 to 7 കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ വേണം, 0 to 5 കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ മോഡ് കെ കൗണ്ടർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മോഡ് 5 കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് 5 കൗണ്ടർ കൗണ്ട്സ് ഫ്രം 0 to 4 ആണ് കൗണ്ട് ചെയ്യുക. അതായത് 5 കൗണ്ടിങ് സീക്വൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു കൺസെപ്റ്റാണ് മോഡ് കെയിൽ വരുന്നത്. നമുക്ക് നോർമലി മോഡ് കെ ആയാലും ഇനിയിപ്പോൾ അല്ല ജനറൽ ഒരു സിങ്ക്രണസ് കൗണ്ടർ ആണെന്ന് കഴിഞ്ഞാലും ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം എന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ്, റൈറ്റ് ദ കൗണ്ട് സീക്വൻസിൻ്റെ ടാബുലാർ ഫോം. അതായത് ഈ കൗണ്ടറിൻ്റെ കൗണ്ട് സീക്വൻസ് 0 0 0 അതിൻ്റെ ഔട്ട്പുട്ട് 0 0 0 വന്നാൽ 0 0 1 0 0 1 വന്നു കഴിഞ്ഞാൽ 0 1 0 അങ്ങനെ അതിൻ്റെ കൗണ്ടിങ് സീക്വൻസ് നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് വേണം ഡിറ്റർമിൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്സ് വിച്ച് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ ദ ഡിസയേർഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഫ്രം ദ പ്രസൻറ്റ് സ്റ്റേറ്റ് യൂസിങ് എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ നമുക്ക് കൗണ്ട് സീക്വൻസ് കിട്ടും, പ്രസൻറ്റ് സ്റ്റേറ്റ് ഇൻപുട്ട് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നൊക്കെ കിട്ടും. പിന്നെ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്സ് കണ്ടുപിടിക്കണം. അതായത് എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എക്സൈറ്റേഷൻ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രണ്ട് ഇൻപുട്ട് തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും, ഇൻപുട്ട് സ്റ്റേറ്റും ഔട്ട്പുട്ട് സ്റ്റേറ്റും തന്നിട്ടുണ്ടാവും. അത് കിട്ടാൻ വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് 0 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരാം JK വാല്യൂസ് 0 ക്രോസ് ആണ്. അതുപോലെ 0 1 ആണെങ്കിൽ 1 ക്രോസ്, 1 0 ആണെങ്കിൽ ക്രോസ് 1, 1 1 ആണെങ്കിൽ ക്രോസ് 0. ഇതായിരുന്നു അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിളിൻ്റെ പാറ്റേൺ. അത് എല്ലായിടത്തും ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. എളുപ്പമാണോ അത് കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. അത് കഴിഞ്ഞാലത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ എക്സൈറ്റേഷൻ ടേബിൾ ലൈക്ക് ഒരു ട്രൂത്ത് ടേബിൾ പോലെ തന്നെ ആയിരിക്കുമല്ലോ. അത് വെച്ചിട്ട് അതിൽ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂൻ്റെ, അതായത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെക്കും കേക്കും എല്ലാം കെ മാപ്പ് വരച്ച് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇൻപുട്ട് വാരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ആൻഡ് ആ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്ത് മിനിമൈസ്ഡ് എക്സ്പ്രഷനിലേക്ക് എത്തുകയും വേണം. നെക്സ്റ്റ് നോർമലി സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്യൂട്ട് വരയ്ക്കുക. കണക്ട് ദ സർക്യൂട്ട് യൂസിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് അതർ ഗേറ്റ്സ് കറസ്പോണ്ടിങ് ടു മിനിമൈസ്ഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത്രയാണ് മോഡ് കെ കൗണ്ടറിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അപ്പം ഇനി ഫ്ലിപ്പ് ഫ്ലോപ്സും ഗേറ്റ്സും വെച്ചിട്ട് സർക്യൂട്ട് കണക്ട് ചെയ്യുക, അതായത് നമ്മുടെ ഫൈനൽ സർക്യൂട്ട് വരയ്ക്കുക. ഇത്രയാണ് സ്റ്റെപ്സ്. അപ്പം നമ്മളിനി ഒരു മോഡ് 5 കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഈ പറഞ്ഞ അതേ സ്റ്റെപ്സ് കൂടെ പോയിട്ടാണ് മോഡ് 5 കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മോഡ് 5 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 5 വരെ കൗണ്ട് ചെയ്യണം. മോഡ് 5 കൗണ്ടർ കൗണ്ട്സ് ഫ്രം 0 to 4. 5 വരെ വെച്ചാൽ 5 കൗണ്ടിങ് സീക്വൻസ് ഉണ്ടാവും. 0 to 4 ആണ് കൗണ്ട് ചെയ്യുക. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 ഇതാണ് കൗണ്ടിങ് പാറ്റേൺ. അപ്പം അങ്ങനെ 4 വരെ കൗണ്ട് ചെയ്യുന്നതാണ് മോഡ് 5 കൗണ്ടർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, അങ്ങനെ 4 വരെ കൗണ്ട് ചെയ്യാൻ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാലോ, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് 3 വരെ കൗണ്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. ഈ കോമ്പിനേഷൻ 0 ഓക്കെ 0 0 0 1 1 0 1 1 അങ്ങനെ 1 1 വരെയുള്ള കൗണ്ടിങ് ആണ് നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്സിന് കിട്ടുള്ളൂ. അപ്പം നമുക്ക് കിട്ടേണ്ടത് 1
0 വരെയുള്ള കൗണ്ടിങ് കിട്ടാനുണ്ട്. 4 വരെ പറയുമ്പോൾ ഇത്രയും കൗണ്ടിങ് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും 3 ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് 3 ആണ്. ദർ ആർ 5 കോമ്പിനേഷൻസ് ഓഫ് ഔട്ട്പുട്ട്, സോ വി നീഡ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ കാര്യം തീരുമാനമായി. ഇനി ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് ദർ ആർ 8 കോമ്പിനേഷൻ ഫ്രം 0 to 7. നമുക്കറിയാലോ, ഓഫ് ദീസ് വി മേക്ക് യൂസ് ഓഫ് ഓൺലി 0 to 4, കൗണ്ടിങ് 5 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് കോമ്പിനേഷൻസ്. അപ്പോൾ ഇനി കോമ്പിനേഷൻസ് കറസ്പോണ്ടിങ് ടു 5, 6, 7 ആർ യൂസ്ഡ് ആസ് ഡോൺ കെയർ കോമ്പിനേഷൻ. അതായത് ഇപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കോമ്പിനേഷൻ കിട്ടും. 0, 0, 0 തൊട്ട് 1, 1, 1 വരെയുള്ള 7 വരെ കൗണ്ട് ചെയ്യുന്ന 8 കോമ്പിനേഷൻ കിട്ടും. ആ കോമ്പിനേഷനിൽ നമുക്ക് ആകെ 4 ആദ്യത്തെ 5 അതായത് 0 to 4 വരെയുള്ളത് മാത്രമേ വേണ്ടൂ. ബാക്കിയുള്ളത് 5, 6, 7 അവരുടെ എല്ലാ വാല്യൂസും നമ്മൾ ക്രോസ് ചെയ്തിടും, ഡോൺ കെയർ കണ്ടീഷൻ ആക്കി ഇടും. ഇനി ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഡിസൈഡ് ചെയ്തു. JK ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ ആണ്. ആൻഡ് ഇത് നമുക്കറിയാം, 0, 0 ആണെങ്കിൽ 0 ക്രോസ്, 0, 1 ആണെങ്കിൽ 1 ക്രോസ്, 1, 0 ക്രോസ് 1, 1, 1 ക്രോസ് 0. ദിസ് ഇസ് ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് വാട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി എക്സൈറ്റേഷൻ ടേബിൾ ഫോർ കൗണ്ടർ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മളുടെ കൗണ്ടറിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ഇത് വരയ്ക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ എന്താ പറയുക, ടേബിൾ ആയതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോകാം, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് നോക്കുക കേട്ടോ, പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്, പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, ദെൻ അതിന് കിട്ടാൻ വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്സ്. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇൻപുട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് ഞാൻ QA, QB, QC, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് തൊട്ടിട്ട് അങ്ങനെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഈ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റും അത് തന്നെ, QA, QB, QC ആണ്. ഇനി കൗണ്ടിങ് സീക്വൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 0 തൊട്ട് കൗണ്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എന്താ, 0, 0, 0, 0, 0, 0 കൗണ്ട് ചെയ്തു. അവിടെ നിന്ന് നെക്സ്റ്റ് നമ്പർ എന്ത് വരും, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് വരും, 0, 0, 1 വരും. ഇനി പ്രസൻറ്റ് സ്റ്റേറ്റ് 0, 0, 1 ആണെങ്കിൽ നെക്സ്റ്റ് എന്താ വരിക, 1 വന്നാൽ അടുത്ത് 2 വരണം അല്ലേ, 0, 1, 0 വന്നു. ഇനി 0, 1, 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം, 0, 1, 1 വരണം. 2 വന്നാൽ 3 കൗണ്ട് ചെയ്യണം. 3 വന്നു കഴിഞ്ഞാലോ 4 കൗണ്ട് ചെയ്യണം. 4 വന്നു കഴിഞ്ഞാലോ 4 വന്നു കഴിഞ്ഞാൽ 5 കൗണ്ട് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് 0 to 4 വരെ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും അത് 4 വന്നാൽ വീണ്ടും 0 തന്നെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ 0, 0, 0. ഇതാണ് നമ്മളുടെ കൗണ്ടിങ് പാറ്റേൺ. അപ്പോൾ ഈ ടേബിളിനെ 2 സെക്ഷൻ ആക്കി കഴിഞ്ഞാൽ ഒരെണ്ണം പ്രസൻറ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റും അടുത്ത സെക്ഷൻ അതിന് വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടും ആണ്. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ കൗണ്ടിങ് പാറ്റേൺ എഴുതിയാൽ മതി. 0 വന്നാൽ 1, 1 വന്നാൽ 2, 2 വന്നാൽ 3, 3 വന്നാൽ 4, 4 വന്നാൽ അഗെയിൻ 0. മോഡ് 5 കൗണ്ട് ഉണ്ട്. ഇങ്ങനെ നമുക്ക് മോഡ് 7 മോഡ് 6 മോഡ് 10 എങ്ങനെ വേണമെങ്കിലും ഇതേ ഇതിലാണ് എഴുതുക. നമ്മൾ എന്ത് ചെയ്യും, ഈ കൗണ്ടിങ് പാറ്റേൺ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി ഈ കൗണ്ടിങ് പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതെങ്ങനെയാന്ന് കാണിക്കുക. ആദ്യത്തെ എടുക്കാം കേട്ടോ. ഫസ്റ്റ് QCൻ്റെ വാല്യൂ 0 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 0. അങ്ങനെ 0, 0 കിട്ടാൻ നമുക്ക് വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട്സ്. ഇപ്പോൾ QCയുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂസ് JCയും KCയും ആണ്. 0, 0 കിട്ടാൻ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, പ്രസൻറ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് 0, 0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വാല്യൂസ് 0 ക്രോസ് എന്നാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മളിവിടെ 0 ക്രോസ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വെച്ചാൽ ഈ റോൾ തന്നെ, അതായത് QBയും QAയും നോക്കാം. QB 0 ആണ്, ഇവിടുത്തെ QB 0 ആൻഡ് അതേപോലെ ഇവിടുത്തെ QBയും 0. 0, 0 ആകുമ്പോൾ എഗെയിൻ എന്താ JB KB 0 ക്രോസ് തന്നെ. ഇനി QA നോക്കാം. QA ഇവിടെ 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 1 ആണ്. 0, 1 വരുമ്പോൾ എന്താന്ന് പറഞ്ഞിട്ടില്ലേ, 1 ക്രോസ്. സോ ഞാനവിടെ ആ 1 ക്രോസ് എഴുതി. ഫസ്റ്റ് സ്റ്റേറ്റ് ഓക്കെ ആയി. ഇനി ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ എല്ലാതും എഴുതുന്നത് കേട്ടോ. ഞാൻ ഓരോന്നും പറഞ്ഞു വന്ന സമയം എടുക്കുമല്ലേ. ഇപ്പോൾ റാൻഡം ആയിട്ട് ഒരെണ്ണം നോക്കിയാലോ. ഇത് നോക്കാം കേട്ടോ. QCയുടെ ഫസ്റ്റ് വാല്യൂ 0, ഇവിടെയും അഗെയിൻ 0. അപ്പോൾ 0, 0 ആകുമ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാലും 0 ക്രോസ് ആണ് എഴുതേണ്ടത് അല്ലേ, അത് എഴുതണം. ആൻഡ് അത് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, 0 ക്രോസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു എയുടെ സൈഡിൽ നോക്കി നോക്കാം. ഇത് QA 1 ആണ്, അതുപോലെ നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ QA 0 ആണ്.
10 വരുമ്പോൾ നമുക്ക് ക്രോസ് 1 ആണ് വരേണ്ടത്. ഇതാ JA KA ക്രോസ് 1 എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റും എഴുതണം. ഇനിയിപ്പോൾ ഞാൻ 100 വരെയുള്ള കോമ്പിനേഷനിൽ എഴുതിയിട്ടുള്ളൂ. ഇനി ഇവിടെ ഞങ്ങളുടെ അല്ലാതെ 101 110 111 ആ എല്ലാ കോമ്പിനേഷനും നമ്മൾ എല്ലാ വാല്യൂയും ക്രോസ് ചെയ്തിടുക ചെയ്യുക. ഡോണ്ട് കെയർ എഴുതുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ കാണിക്കാത്തത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ കൗണ്ടറിന്റെ ടേബിൾ കിട്ടി. ഇനി നമ്മൾ ഓരോ ജെനെയും കെനെയും മിനിമൈസ് ചെയ്യാൻ പോവാണ് കെ മാപ്പ് വെച്ചിട്ട്. അതായത് എനിക്കിപ്പോൾ ജെ സിയുടെ വാല്യൂ നോക്കിയാൽ ഈ കാണുന്നതാണ് ജെ സിയുടെ വാല്യൂ 0001 ക്രോസ്. കെ സിയുടെ വാല്യൂ ഇവിടെ കാണുന്നതാണ് JB KB JA KA. ഇങ്ങനെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂനെ ഞാൻ ഈ ട്രൂത്ത് ടേബിൾ അതായത് QA QB QCയുടെ ടേംസിലാക്കി കമ്പൈൻ ചെയ്യാൻ പോവാം, മിനിമൈസ് ചെയ്യാൻ പോവാം. അതിന് കെ മാപ്പ് വരയ്ക്കണം. അപ്പം ഞാൻ കെ മാപ്പിൻ്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കെ മാപ്പ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ധാരണയിലാണ് ചെയ്യുന്നത് കേട്ടോ. കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ആദ്യം ജെ സിയുടെ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ജെ സിയുടെ വാല്യൂ നോക്കിയേ, 1 വരുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ള 0 അല്ലേ. അപ്പോൾ 1 വരുന്നത് കോമ്പിനേഷൻ 011. അപ്പോൾ 011 ഇതാ ഈ ഒരു സ്ഥലത്താണ് 1 വന്നിട്ടുള്ളത്. ബാക്കി ഇത് നോക്കിയാൽ അറിയാം നമുക്ക്, നമ്മളിവിടെ 100 വരെ എഴുതിയിട്ടുള്ളൂ. 100 വരെയുള്ള എഴുതിയിട്ടുള്ളൂ. ആ 100ൻ്റെ വാല്യൂ എന്താ, ക്രോസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 100ൻ്റെ വാല്യൂ ക്രോസ് ഇട്ടു. ബാക്കി എല്ലാതും എന്താ ഇനി ഇങ്ങോട്ടുള്ള ഈ 3 101 111 110 നമുക്ക് ഇല്ല, മോഡ് 5 അല്ല ഇല്ല. അതുകൊണ്ട് നമ്മൾ അതെല്ലാം ക്രോസ് ചെയ്തിടാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാത്തിനും താഴെ എല്ലാത്തിനും ക്രോസ് വന്നത്. എൻ്റെ മേലെ ബാക്കിയുള്ള വാല്യൂസിൻ്റെ 0യും. ഇനി ഇത് പെയർ ചെയ്യുമ്പോൾ എനിക്കിത് ഇങ്ങനെ ഈസി ആയിട്ടൊരു പെയർ കിട്ടും. ഈ പെയർ ഞാൻ നോക്കുമ്പോൾ ഈ 0യും 1ഉം കട്ട് ചെയ്ത് പോയി, മേലത്തെ വാല്യൂ ആണ് കിട്ടുക QB QA. അതുകൊണ്ട് ജെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ജെ സി സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് QB QA ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ജെ സി കിട്ടിയ പോലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും സിംപ്ലിഫൈ ചെയ്യണം. ഞാൻ കെ സി സിംപ്ലിഫൈ ചെയ്യാണ്. ഇപ്പോൾ കെ സിക്ക് ഒരു 1 ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കെ സിയിൽ ഒരു 1 ആണ് ഉള്ളത്. ബാക്കി എല്ലാതും മേലെയും ക്രോസ്, അതായത് നമ്മളുടെ ഉള്ള വാല്യൂസും ക്രോസ് ആണ്, താഴേക്കുള്ള വാല്യൂസും ഓട്ടോമാറ്റിക്കലി ക്രോസ് ആവും. അപ്പോൾ ഒരൊറ്റ 1 ഉള്ളൂ. ആ 1ൻ്റെ കോമ്പിനേഷൻ ഏതാ, QC QB 100 അങ്ങനെ നോക്കിയാൽ മതി, 100. അപ്പോൾ അതിന് ഇതേ കണ്ടോ 100 ആ സ്ഥലത്താണ് ഞാൻ 1 ഇട്ടിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ഞാൻ ക്രോസ് ചെയ്തു. അങ്ങനെ പോകുമ്പോൾ എനിക്കിത് ഒറ്റ 8 ആയിട്ട് കിട്ടും, അല്ല ഒരു ഒക്ടൻ്റ് ആയിട്ട് കിട്ടും കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഈ ഒരു ഒക്ടൻ്റിൽ എല്ലാതും കട്ട് ചെയ്ത് പോകും. അപ്പം നമുക്ക് കെ സിക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ഇനി JB എടുത്തു കഴിഞ്ഞാൽ JBക്കും ഒരൊറ്റ 1, JBയുടെ നോക്കിയേ, JBക്കും ഒരു 1ഉം 2 0 കൊടുത്തിട്ടുണ്ട്, 2 ക്രോസ്. അപ്പോൾ 1 വരുന്നത് 001ലാണ്. ആൻഡ് JBക്ക് 001ലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നോക്കട്ടെ, ഒന്നും കൂടി നോക്കട്ടെ. ഓക്കെ, അത് സോൾവ് ചെയ്ത് വരുമ്പോൾ JBയുടെ വാല്യൂ വരുന്നത് QA ആണ്. കട്ട് ചെയ്ത് വരുമ്പോൾ JBയുടെ വാല്യൂ. ആൻഡ് നെക്സ്റ്റ് ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് JBയിൽ 1 വരുന്ന പൊസിഷൻ ഏതാ, 001ലാണ് 1 വരേണ്ടത്. അപ്പോൾ അതിപ്പോൾ ശരിയാക്കി, 001ലാണ്, ഇവിടെയാണ് 1 വരേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പെയർ ചെയ്തത് പിക്ചർ തെറ്റായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇതാ ഈ ഒരു പെയർ നമ്മൾ നേരത്തെ ഇതെടുത്ത് ഇങ്ങനെയല്ല വേണ്ടത്, ഇവിടെയാണ് 1. അപ്പോൾ ഇങ്ങനെ ഒരു ഒക്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാലോ കെ മാപ്പ് വെച്ചിട്ട് 0നെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റില്ല, ക്രോസിനെയും 1നെയും പെയർ ചെയ്യാൻ പറ്റും. നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രൻ്റ് ആണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഇത് ഞാൻ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 0യും 1ഉം കട്ട് ചെയ്ത് പോവും, മേലെ ഈ 0യും ഈ 1ഉം കട്ട് ചെയ്ത് പോവും, വിച്ച് മീൻസ് ഓക്കെ, അങ്ങനെ നമുക്ക് QA കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ കണ്ടില്ലേ, ഈ 0യും 1ഉം ആണ് കട്ട് ചെയ്ത് പോകുന്നത്. 0യും 1 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 ആണ് ബാക്കി ഉണ്ടാവുക, അത് QAയുടെ പൊസിഷനിലാണ്. അപ്പോൾ JBയുടെ വാല്യൂ QA ആണ്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാതും ചെയ്യുന്നത്. ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതേ സ്റ്റെപ്പ് തന്നെ. KBയുടെ വാല്യൂ QA കിട്ടും, JAയുടെ വാല്യൂ ഇത് കട്ടോ കട്ട് ചെയ്ത് പോകുമ്പോൾ QC ബാർ മാത്രമേ ബാക്കിയുള്ളൂ, QC ബാർ കിട്ടും. ആൻഡ് KAയുടെ വാല്യൂ നമുക്ക് KA ഈക്വൽ മൊത്തം പോകും, അപ്പോൾ KA ഈക്വൽ ടു 1ഉം കിട്ടും. അപ്പം ഇത്രയും നമുക്ക് ഓരോന്നിൻ്റെയും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻപുട്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. JC എന്ന് പറയുന്നത് QB QA, KC 1 ആണ്, JB QA ആണ്, KB QA ആണ്,
JAQC ബാർ ആണ്, KA 1 ആണ്. ഇതിനി വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് പടം. നമ്മൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എയും ബിയും സിയും. ഇനി അതിൻ്റെ ഇൻപുട്സ് JB, JC, KC ഇൻപുട്സ്, ഔട്ട്പുട്ട് QA. ഇനിയിപ്പോൾ ഏന്നുള്ളൂ ഇല്ല, QA ബാർ, QB ബാർ, QB ബാർ. ഇതാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ജനറലി വരച്ച് വെക്കും. ഇനി ഇതിൽ ഓരോന്ന് അപ്ലൈ ചെയ്യുക. JC എന്ന് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് താഴെ നിന്ന് പോവാം. KA = 1, KAക്ക് 1 കൊടുത്തു. JA = QC ഡാഷ്. JC എന്ന് പറയുന്നത് QC ഡാഷ് ആണ്. അപ്പം JAന്ന് നമ്മൾ എന്ത് ചെയ്തു? QC ഡാഷിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഓക്കെ, അപ്പോൾ QC ഡാഷിലേക്ക് QC ഡാഷിലോട്ട് കണക്ട് ചെയ്തു JA എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താ? KB എന്ന് പറയുന്നത് ഇവിടെ JB എന്ന് പറയുന്നത് QA, JB എന്ന് പറയുന്നത് QAയിൽ കണക്ട് ചെയ്തു. KB എന്ന് വെച്ച് കഴിഞ്ഞാലും QA തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് KBയിലോട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, QA കൊടുത്തിട്ടുണ്ട്. JA എന്ന് വെച്ച് കഴിഞ്ഞാൽ QC, ഇനി JCയും KCയും. JC എന്ന് വെച്ചാൽ QB QA. അപ്പം നമ്മൾ എന്ത് ചെയ്തു? QB ഇതിൻ്റെ ഔട്ട്പുട്ടും QA ഇതിൻ്റെ ഔട്ട്പുട്ടും എടുത്ത് ആൻഡ് ചെയ്ത് JCയിലേക്ക് കൊടുത്തു. KC എന്താ? 1, KC 1 കൊടുത്തു. ഇങ്ങനെയാണ് ഫൈനൽ മോഡ് 5 കൗണ്ടർ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് മോഡ് 5 കൗണ്ടർ കഴിഞ്ഞു. ഇനി ഡീക്കേഡ് കൗണ്ടർ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ.